കൂട്ടുകാരി ഷൈനിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് ആൻസി അങ്ങോട്ട് വിളിച്ചതായിരുന്നു. എടി, നിന്റെ വിവാഹം ഉറപ്പിച്ചോ? ആടി, ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി 10-നാണ്. എൻ്റെ അമ്മച്ചി, അപ്പം നിന്റെ ബിച്ചുവോ? നിങ്ങൾ തമ്മിൽ പ്രണയമല്ലായിരുന്നോ? ആടി, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ബിച്ചുവും ഞാനും കുടുംബിരി കൊണ്ട പ്രണയം തന്നെയാണ്. അതിനിടയിലാണ് വീട്ടുകാരെ കല്യാണം ഉറപ്പിച്ചു വന്നത്. ഷൈനി, നിനക്ക് ബിച്ചുവിൻ്റെ കാര്യം പറയാൻ പാടില്ലേ? അതൊക്കെ വീട്ടുകാർക്കറിയാം. പക്ഷേ അന്യമതസ്ഥൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അവർക്കിഷ്ടമല്ല. ഡാഡിയും മമ്മിയും കട്ടക്കലിപ്പിലാണ്. അത് ചൊല്ലി എന്നും വഴക്കിലാണ്. അതിനിടയിലാണ് ഡാഡി ഒരു വിവാഹാലോചനയും കൊണ്ടുവന്ന് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നിനക്ക് ബിച്ചുവിൻ്റെ കൂടെ ഒളിച്ചോടിക്കൂടെ? നിങ്ങൾ വലിയ പ്രണയമല്ലേ? അത് സാക്ഷാത്കരിച്ച ഒരു നിർവൃതിയെങ്കിലും ഉണ്ടാകുമല്ലോ. പിന്നെന്താ വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് സമ്മതിച്ചു കൊടുക്കുന്നത്? ഹെടി ആൻസി, ബിച്ചുവിനാണെങ്കിൽ ഒരു ജോലിയില്ല. തേരാപ്പാര ചുമ്മാ നടക്കുകയാണ്. അതുകൊണ്ട് അവനെ തേച്ചിട്ട് പോകാമെന്നാണോ? ഒരിക്കലും അല്ല. ഈ ഷൈനി അവൻ്റെ കൂടെ തന്നെ ജീവിക്കും. അപ്പോൾ ഈ വിവാഹം? അതൊക്കെ ഈ അച്ചായത്തിയുടെ ഒരു തമാശയല്ലേ? വീട്ടുകാരെ വിവാഹം വരെ കാര്യം കൊണ്ടെത്തിക്കുക, അതുവഴി കിട്ടുന്ന പണവും പണ്ടവുമായി മുങ്ങി ബിച്ചുവിൻ്റെ കൂടെ ജീവിക്കുക. അമ്പടി കേമി, കൊള്ളാം നിന്റെ ഐഡിയ. സൂത്രക്കാരൻ അച്ഛൻ്റെ സൂത്രക്കാരി മകൾ തന്നെ. പക്ഷേ ഷൈനിയുടെ വീട്ടുകാർ വിവാഹത്തിനുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് വിവാഹത്തലേന്ന് മാത്രമേ വീട്ടിൽ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു അവളുടെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലിട്ട് പൂട്ടി. വിവാഹത്തിനുള്ള ദിവസങ്ങൾ അടുത്തു വന്നു. ഷൈനിയുടെ പ്ലാനിംഗ് പൊളിഞ്ഞു. വിവാഹ ഡേറ്റിന് തലേന്നാളായിട്ടും ഷൈനി ഒളിച്ചോടിയ വാർത്തകൾ കേൾക്കാത്തതുകൊണ്ട് ആൻസി വീണ്ടും ഷൈനിയെ വിളിച്ചു. ബിച്ചുവിൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ടെന്താ? സ്വർണ്ണ പണ്ടവും പണവും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഡാഡിയുടെ ബാങ്ക് ലോക്കറിലാണ്. എടീ, നീ എന്ത് ചെയ്യും? ആൻസി ആശങ്കയോട് ചോദിച്ചു. അത് കുഴപ്പമില്ല ആൻസി, നീ വിചാരിക്കുന്നത് പോലെ വിവാഹത്തലേന്നാളോ മറ്റൊന്നും അല്ല ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉൾക്കൊണ്ട് വിവാഹം എന്ന മഹനീയമായ ചടങ്ങിൽ പങ്കാളിയായി അതിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒളിച്ചോടിയാൽ ഈ ഒരു ചടങ്ങ് നമുക്ക് ലഭിക്കില്ല. ഇതിൻ്റെ നിർവൃതി എനിക്ക് അനുഭവിക്കണം. അതുപോലെ തന്നെ വീട്ടുകാർ ഒരേ ഒരു മകളായ തൻ്റെ വിവാഹ ചടങ്ങിൽ അവരുടെ സന്തോഷവും സാന്നിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹവും സാധിപ്പിക്കാം. ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ വരൻ്റെ കൂടെ പോകേണ്ടി വരില്ലേ? പോകും. ഒരാഴ്ചയോളം അവൻ്റെ കൂടെ താമസിക്കും. എടി, നിനക്കെന്താ വട്ടായോ? ബിച്ചു ഇതിനൊക്കെ സമ്മതിക്കുമോ? എപ്പോഴേ സമ്മതിച്ചു. കാരണം ആ സമയം അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഡിഗ്രി കോഴ്സിൻ്റെ എക്സാം നടക്കുകയാണ്. എക്സാം പൂർത്തിയാകുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റൂ. അത് കാരണം ആ ഒരാഴ്ച ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയും. അപ്പോഴേക്കും ബിച്ചുവിൻ്റെ എക്സാം കഴിയും. പിന്നെ ഞങ്ങൾ പറക്കും. അപ്പോൾ ഇത്രയും ആകാംക്ഷയോടെ വിവാഹം കഴിച്ച ആൾ നിന്നെ ആ ഒരാഴ്ച വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? അതിനല്ലേ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്തായ ഒരു സംഭവം. എന്ത്? പീരിയഡ്സ് ആണെന്ന് പറയും. ഓ, സംശയം തോന്നിയാലോ? എങ്ങനെ സംശയിക്കാനാണ്? കല്യാണം കഴിഞ്ഞ് കയറി വന്ന പെണ്ണ് ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുകയുള്ളൂ ഏതൊരാളും. ഇതൊക്കെ കേട്ടപ്പോൾ ആൻസിക്ക് കിളിപോയി. സംഭവം ഷൈനി ഉദ്ദേശിച്ചതുപോലെ തന്നെ നടത്തി. വിവാഹം ഗംഭീരമായും ആഡംബരമായും നടന്നു. ജീവിതത്തിൽ വിവാഹം എന്ന സീക്വൻസിൻ്റെ എല്ലാ ആസ്വാദനവും അനുഭവിക്കുകയും അതിനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. അവൾ നേരെ വരൻ്റെ വീട്ടിലേക്ക് പോയി. എടി ഷൈനി, അവിടെ എത്തിയിട്ട് വിചാരിച്ചതുപോലെയെല്ലാം നീ ഉദ്ദേശിച്ച പോലെയായി നടക്കുമെന്നുറപ്പല്ലേ? ആടി ആൻസി, നീ പേടിക്കണ്ട. അതൊക്കെ ഈ അച്ചായത്തി ഏറ്റു. ഒരാഴ്ച അവിടെ വരൻ്റെ വീട്ടിൽ പിടിച്ചു നിന്നു. ബിച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ സ്വർണവും പണവും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തതുപോലെ അവൻ്റെ കൂടെ ഒളിച്ചോടി. ഒരാഴ്ച പൊട്ടനായ ഭർത്താവിനെ പീരീഡ്സ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് കൂടെ ജീവിച്ചു. സന്ദർഭം കിട്ടിയപ്പോൾ ഷൈനി സ്വർണവും പണവുമായി കടന്നു കളഞ്ഞു എന്ന വാർത്ത നാട്ടിൽ പാട്ടായി. മാസം 1-2 കഴിഞ്ഞപ്പോൾ ഇതേ ആൻസിക്ക് കല്യാണമായി. കല്യാണം കഴിച്ചത് നാട്ടിലെ ചെറുപ്പക്കാരുടെ കണ്ണിലുണ്ണിയായ മഹിയേട്ടനാണ്. വിവാഹത്തിൻ്റെ രാത്രി മഹിക്ക് പല കൂട്ടുകാരിൽ നിന്നും ഫോൺ വിളി വന്നു. മഹിയേട്ട എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പക്ഷെ സൂക്ഷിക്കണം, ഷൈനിയുടെ കൂട്ടുകാരിയാണ്. പൊന്നും പണവും വേറൊരു ചാവിയിട്ട് പൂട്ടിക്കോ. പിന്നെ രാത്രിയിൽ അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള ചുവപ്പ് കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആ ഒരാഴ്ച കഴിഞ്ഞാൽ ആൻസി അവളുടെ കാമുകൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നു. എടാ, അതൊക്കെ ഈ മഹിയുടെ അടുത്ത് ചിലവാവില്ല. അവളിപ്പോൾ കിച്ചണിലുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവുകയാണ്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ആണ് മക്കളെ. അതും പറഞ്ഞ് മഹി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരുവരും മുകളിലുള്ള ബെഡ്റൂമിലെത്തി. ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. ഫ്രഷ് റൂമിൽ കയറി അവൾ ഞെട്ടിപ്പോയി.
ഫ്രഷ് റൂമിൽ നിന്നും ചാടിയിറങ്ങിയ ആൻസി അലമാരി തുറന്ന് മഹി കാണാതെ മറച്ചുകൊണ്ട് എന്തൊക്കെയോ എടുത്തുകൊണ്ട് വീണ്ടും അതിനകത്തേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻസി ഫ്രഷ് റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മഹിയും പോയി ഫ്രഷായി വന്നു. ഇരുവരും ബെഡിൽ ചേർന്നിരുന്നു. ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാത്രി ഏറെ വൈകി. ഇനി കിടക്കാം. മഹി കിടന്നു. മഹി കോട്ട് സൈഡിലുള്ള ബെഡ്റൂം ലൈറ്റ് ഓഫാക്കാൻ തുടങ്ങുകയായിരുന്നു. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്യല്ലേ? ആൻസി ബെഡിൽ നിന്ന് തലയിണയും ബ്ലാങ്കറ്റും എടുത്ത് തറയിൽ വിരിക്കാൻ തുടങ്ങി. അവന് കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്കും ആൻസി തറയിൽ വിരിച്ചു കിടന്നു. അതെന്താ അവിടെ? അതെ, എനിക്ക് പീരിയഡ്സ് ആണ്. മഹി അത് കേട്ട് ഞെട്ടി. ഈശ്വര, കൂട്ടുകാർ പറഞ്ഞതുപോലെ ഷൈനിയെ പോലെ ഇവളും പോകും. ഷൈനി ഭർത്താവിനെ പൊട്ടനാക്കിയതുപോലെ ആൻസിയും തന്നെ പൊട്ടനാക്കുകയാണ്. ഒരു നിമിഷം മഹിക്ക് തോന്നിപ്പോയി, ഇത് അനുവദിച്ചുകൂടാ. മഹേഷ് ചാടി എഴുന്നേറ്റു. വെറും നിലത്ത് കിടക്കുകയായിരുന്ന ആൻസിയെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. ഇവിടെ കിടന്നു, കുഴപ്പമില്ല. എന്നിട്ട് മഹിയും ആൻസിയോട് ചേർന്ന് കിടന്നു. ഒരു പുഷ്പം പോലെ മഹിയേട്ടൻ തന്നെ എടുത്ത് പൊക്കി ബെഡിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ആൻസി ശരിക്കും അന്തം വിട്ടുപോയി. ഇതിനൊക്കെ മാറിക്കിടക്കേണ്ട ആവശ്യമില്ല. സംഭവം സത്യം തന്നെയല്ലേ? അതെന്താ മഹിയേട്ടൻ അങ്ങനെ ചോദിച്ചത്? ഹേ, ഒന്നുമില്ല. സത്യമായിട്ടും എനിക്ക് പീരിയഡ്സ് ആണ്. വേണമെങ്കിൽ തൊട്ടു നോക്ക്. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അതിൻ്റെ ആവശ്യം എന്താ? നിലത്ത് കിടക്കേണ്ടെന്ന് കരുതിയാ ഞാനിവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. ഇതിലൊക്കെ പണ്ടത്തെ ആചാരമോ അനുഷ്ഠാനങ്ങളോ ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. മഹി ആൻസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷൈനിയെപ്പോലെ ഷൈനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലൊരു ആൻസിയും വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. മഹി ആൻസിയെ സംശയിച്ചില്ല. കൂട്ടുകാരുടെ സംശയങ്ങൾ സംശയമായി നിലനിൽക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം മഹിയേട്ടനും ആൻസിയും അടിപൊളിയായി ഒരു ആദ്യരാത്രി ആഘോഷിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.